ഹായ് ഫ്രണ്ട്സ്, മല്ലു ടെക്കീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലോഡിംഗ് എഫക്റ്റ് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അത് പ്ലേ സ്റ്റോറിനകത്ത് അവൈലബിൾ ആണ്. പലർക്കും അറിയാവുന്നതാണ്. ഇൻഷോട്ട് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇൻഷോട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇൻഷോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ഒരു ഫുൾ സ്ക്രീൻ ആയിട്ടുള്ളൊരു ഫോട്ടോ, അതായത് നമ്മുടെ ഫോണിലെടുക്കുന്ന ഫോട്ടോ ആയിരുന്നാലും ക്യാമറയിൽ എടുക്കുന്നതായിരുന്നാലും ഫുൾ സ്ക്രീനായിട്ട് വരുന്ന ഫോട്ടോ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൗണ്ടിനകത്ത് ഒരു സർക്കിളിനകത്ത് ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതുണ്ട്. അപ്പോഴത്തേക്ക് അതൊരു ഫുൾ സ്ക്രീൻ സൈസുള്ള ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് റൗണ്ടിനകത്ത് വരുന്നതായിരുന്നാലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് വൈറ്റ് കളർ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് റൗണ്ടിനകത്ത് നമുക്ക് അവിടെ ചെട്ടിയുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇൻഷോട്ട് ഉപയോഗിക്കുന്നത്. ഇൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ സർക്കിളിനകത്ത് ഏത് ഫോട്ടോയാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ ഇതിനകത്ത് കൊണ്ടുവന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ക്യാൻവാസ് എന്നുള്ളത് നേരെ താഴെ കാണാൻ സാധിക്കും. ക്യാൻവാസ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ 1:1 എന്നുള്ളൊരു അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫോട്ടോയിൽ വിരലുകൊണ്ട് നമ്മൾ സൂം ചെയ്ത് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ സബ്ജക്റ്റ് മാത്രം കറക്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് സേവ് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിനകത്തൊരു സേവ് ചെയ്ത് വെച്ചേക്കുന്നൊരു സോങ് ഉണ്ട്. അതിനകത്ത് പോയതിന് ശേഷം ഞാൻ ഒരെണ്ണം അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആ ആഡിയോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് 10 തല. അതിനകത്ത് ഈ ഓഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസ് ആഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്താൽ ഞാനിപ്പോൾ ആദ്യം ഒരു ഫോട്ടോ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 3 സ്റ്റാർ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ചിങ് ഓപ്ഷനായിട്ട് ഒരെണ്ണമുണ്ട്. അവിടെ ലോഡിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഡിംഗ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ലോഡിംഗ്. ഇവിടെ ഈ കാണുന്നതാണ് നമുക്ക് വേണ്ട എഫക്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യുക. ഇത് ബാക്ക് പോയതിനു ശേഷം ഇവിടെ നമുക്കിവിടെ ഫോട്ടോ ഇനി ആഡ് ചെയ്യേണ്ടത്. അതിനകത്ത് ഇനി സർക്കിളിനകത്ത് ഫോട്ടോ വരാനുള്ളത് നമ്മൾ നേരത്തെ ഇൻഷോട്ടിൽ ചെയ്ത് ആ ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മുകളിൽ നിന്ന് താഴെ നിന്ന് സ്ക്രോൾ ചെയ്ത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ പ്ലസ് എന്നുള്ളത് കാണാൻ സാധിക്കും. ഈ പ്ലസ് എന്നുള്ളത് സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ നേരത്തെ ആദ്യം ആഡ് ചെയ്ത ഫോട്ടോ അല്ല, അതായത് ഫുൾ സ്ക്രീൻ സൈസ് ഫോട്ടോ അല്ല നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ ആ ഇൻഷോട്ടിലിട്ട് ചെയ്ത ഏത് ഫോട്ടോയാണോ ആ ഫോട്ടോ ഇതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ വിരലുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ റൗണ്ടിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട അനുസരണം ഇവിടെ സൂം ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. റീൽസിലേക്ക് ആഡ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.